ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഫസ്റ്റ് തന്നെ പറയാൻ കാരണം നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പ് ചെയ്യാൻ പലർക്കും ചില വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മലയാളത്തിൽ വല്ല നോട്ടീസ് അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു കുട്ടികൾക്ക് എഴുതി കൊടുക്കാനൊക്കെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വർക്ക് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മലയാളം ടൈപ്പിംഗ് എങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യാം, അത് അതിൽ ആപ്പും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ഒരു കമ്പ്യൂട്ടറിൽ ഇപ്പോ ഒരു മംഗ്ലീഷിനെ പോലെ തന്നെ ഓരോ വേർഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആന്ന് വരും. അങ്ങനെ കൺസെപ്റ്റിലാണ് നമ്മൾ മലയാളത്തിൽ ടൈപ്പിംഗ് ചെയ്യാറ്. എന്നാൽ നമ്മൾ ഇത് വെറൈറ്റി ആണ്. ഇത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മംഗ്ലീഷ് തന്നെയാണ് ടൈപ്പ് ചെയ്യുക. അത് എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലയാളമായിട്ട് കൺവേർട്ട് ആയിട്ട് വന്നോളും. ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ അറിയുന്നവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമ്പ്യൂട്ടറുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ക്രോം എടുക്കുക. നേരെ ക്രോമിലേക്ക് ചെല്ലാം കേട്ടോ. ക്രോം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. ക്രോമിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈസി മലയാളം ഞാനിവിടെ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേ വേണ്ടൂ. ഞാനിവിടെ ഓൾറെഡി കണ്ടോ, ഇവിടെ ഒരു യാ എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടോ, കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു യാ എന്നുണ്ടോ, ഈസി മലയാളം. ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. കണ്ടോ, ഈസി മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ വരും കേട്ടോ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് പോകും കേട്ടോ. ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആഡൊക്കെ വരുന്നുണ്ട്, ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതാണ് എൻ്റെ ഷോപ്പിന് കുറച്ച് സാധനങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അതിൻ്റെ ക്ലിയർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൽ ലാംഗ്വേജ് നമുക്ക് കണ്ടോ, ഇവിടെ മലയാളം ടു ഇംഗ്ലീഷ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാല്ല, വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ കീബോർഡ് ഇപ്പോൾ ആ എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഈ എന്നാണെങ്കിൽ ഈ എന്നടിക്കണം, അങ്ങനെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മൾ മംഗ്ലീഷ് എന്താണോ ആ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മലയാളം എന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തു, മലയാളം എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഹായ് എന്ന് വേണമെങ്കിൽ ഹായ് എന്ന് എഴുതാം. കണ്ടോ, നമ്മളിവിടെ എന്ത് എഴുതുന്നോ അതൊക്കെ ഇവിടെ എൻട്രി ആവും. അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് വല്ല കുട്ടികൾക്ക് വല്ല നോട്ടീസ് അടിക്കാനുണ്ടെങ്കിൽ, നമുക്കൊരു വലിയൊരു റെസ്യൂമോ അല്ലെങ്കിൽ വല്ല നോട്ടീസോ എന്തെങ്കിലും അടിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോ നമ്മളിപ്പോ ഇവിടെ കുറച്ച് സാധനങ്ങൾ നമ്മളിതപ്പോ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാച്ചാൽ ഇപ്പോ എന്ത് ടൈപ്പ് ചെയ്താലും ഇതിൽ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്കിപ്പോ ഒരു ഞാനിവിടെ യൂട്യൂബ് എന്നടിക്കാണ്. യൂട്യൂബ് കണ്ടോ, എന്തടിച്ചിട്ട് എൻട്രി കൊടുത്താലും സംഭവം മലയാളത്തിൽ ക്ലിക്ക് ആവട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ, അതാണ് ഇനി ഇതിൽ അടുത്തത് അറിയേണ്ടത്. ഇത് നമ്മളൊന്നും ചെയ്യാല്ല, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടേ ഇതാണ്ടോ, ഇതിലിപ്പോൾ ഈ മൗസ് നീല കളർ കയറിക്കുന്നുണ്ടോ, അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇത് കോപ്പി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വേർഡ്സിൽ പോയിട്ട് ഏതിലാണോ നമ്മളിപ്പോൾ വേർഡിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും പ്രിന്റ് ഒക്കെ എടുക്കുക. അപ്പോൾ വേർഡിൽ കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് സംഭവം ചെയ്യാം. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ വേറെ എവിടെയും പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഞാൻ കണ്ടോ, ഇവിടെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണോ, ഇത് ഞാൻ മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്താണ്. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്താണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ഇംഗ്ലീഷ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.